എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ LBS നഴ്സിംഗ് ആൻഡ് പാരാമെഡിക്കൽ ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികളിൽ അപേക്ഷയിൽ വല്ല റിമാർക്സും ഉണ്ടെങ്കിൽ ആ റിമാർക്സ് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റുകളും അതുപോലെ തന്നെ നിങ്ങൾ എന്തെങ്കിലും റിമാർക്സ് കണ്ടെത്തിയിട്ടുണ്ടെങ്കിൽ റിമാർക്സ് ഇഫ് എനി എന്നുള്ള ഓപ്ഷനിൽ നിങ്ങൾ കണ്ടെത്തിയ റിമാർക്സ് എന്താണോ അത് നൽകി റിമാർക്സ് എന്നുള്ള ബട്ടണിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് റിമാർക്സ് ആയിട്ട് ആഡ് ചെയ്യുകയും അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്ക് വരുന്ന ആ ഒരു പേജിൽ ആ ഒരു സമയത്ത് തന്നെ നിങ്ങൾക്ക് ലഭിക്കുന്നതാണ്. അപ്പോൾ ആ ഒരു ഡോക്യുമെന്റ് അപ്ലോഡ് ചെയ്യാനുള്ള ലിങ്കിൽ ക്ലിക്ക് ചെയ്ത് ആവശ്യമായിട്ടുള്ള ഡോക്യുമെന്റ് PDF രൂപത്തിൽ കറക്റ്റായിട്ട് വ്യക്തമാകുന്ന രീതിയിലുള്ള ആ ഒരു PDFകൾ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്ത് നൽകാവുന്നതാണ്. അപ്പോൾ ഈ ഒരു അവസരം നിങ്ങൾക്ക് നാളെ വൈകുന്നേരം 5 മണി വരെയാണ്. അപ്പോൾ ഇതുവരെ അപേക്ഷയിൽ എന്തെങ്കിലും മാറ്റങ്ങൾ വരുത്താനായിട്ട് താല്പര്യമുള്ള വിദ്യാർത്ഥികൾ ആ ഒരു കാര്യം ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ഒരു അവസരം ലാസ്റ്റ് ചാൻസ് ആണ്. അതുപോലെ തന്നെ നിങ്ങൾ ഈ ഒരു അപ്ലോഡ് ചെയ്തിട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ ആക്സെപ്റ്റ് ചെയ്തിട്ടുണ്ടോ, അതുപോലെ അതിൻ്റെ സ്റ്റാറ്റസ് എന്താണ് എന്നുള്ളത് ചെക്ക് ചെയ്യാനായിട്ട് വിദ്യാർത്ഥികൾ ആപ്ലിക്കേഷൻ സ്റ്റാറ്റസ് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി. നിലവിൽ വെരിഫിക്കേഷൻ സ്റ്റാർട്ട് ആയിട്ടില്ല, അതായത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റിൻ്റെ വെരിഫിക്കേഷൻ എല്ലാവരുടെയും കഴിഞ്ഞിട്ടില്ല. അപ്പോൾ അത് ഉടൻ തന്നെ ആ ഒരു കംപ്ലീറ്റ് ആവുന്നതായിരിക്കും. അതുകൊണ്ട് തന്നെ ആ ഒരു സമയത്ത് നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റുകൾ അതിനായിട്ട് അതായത് വെരിഫിക്കേഷൻ ചെയ്ത് ആ ഒരു കാര്യം കറക്റ്റ് ആണെങ്കിൽ ആ ഒരു പ്രശ്നങ്ങളൊക്കെ സോൾവ് ചെയ്യപ്പെടുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകൾ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിച്ച ഡോക്യുമെൻറ്റ് തന്നെയാണോ എന്ന് ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം മുൻപ് പല വിദ്യാർത്ഥികളും നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റിന് പകരം ആധാർ കാർഡൊക്കെ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഈ ഒരു ഫിഷർമാൻ രജിസ്ട്രേഷൻ ഉള്ള വിദ്യാർത്ഥികൾ, അതായത് ഈ ഒരു വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത്, നിങ്ങൾ ഫിഷർമാൻ അതായത് ഈ ഒരു മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ ആണെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം, നിങ്ങൾ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്താൽ മാത്രമാണ് ഫീ കൺസെഷൻ കിട്ടുള്ളൂ. അതായത് അതുമായി ബന്ധപ്പെട്ടുള്ള ഓഫീസറുടെ കയ്യിൽ നിന്നും ഒരു സർട്ടിഫിക്കറ്റ് കിട്ടും. അപ്പോൾ ആ ഒരു സർട്ടിഫിക്കറ്റ് നിങ്ങൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ അപ്ലോഡ് ചെയ്ത് കൊടുത്തിട്ടില്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഫീ കൺസെഷൻ കിട്ടുന്നതല്ല. ഫീ കൺസെഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് നിങ്ങൾ അഡ്മിഷൻ നേടിയ കോളേജിൽ നിന്നും നിങ്ങൾക്ക് ഗ്രാൻസിന് അപ്ലൈ ചെയ്യാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ഗ്രാൻസിന് അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ ആ ഒരു കോളേജിൽ നിന്ന് നിങ്ങൾ അഡ്മിഷൻ നേടിയെന്ന് പറഞ്ഞുകൊണ്ട് കോളേജിലെ ആ ഒരു സോഫ്റ്റ്വെയറിൽ അതായത് ഗ്രാൻഡ് IDയിൽ നിങ്ങളുടെ ഡീറ്റെയിൽസ് വരികയും അത് കോളേജിൽ നിന്ന് കൺഫേം ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ നിങ്ങൾക്ക് ഗ്രാൻഡ് സ്കോളർഷിപ്പ് കിട്ടും. അതിന് വേണ്ടിയിട്ടാണ് ഈ ഒരു ഫിഷർമാൻമാരുടെ മക്കൾ, അതായത് മത്സ്യത്തൊഴിലാളികളുടെ മക്കൾ ഈ ഒരു മെഡിക്കൽ അല്ല, ഈ ഒരു മത്സ്യ ബോർഡിലെ ഓഫീസറിൽ നിന്ന് വാങ്ങിക്കുന്ന സർട്ടിഫിക്കറ്റ് കൊണ്ടുപോകണം എന്നല്ല, അപ്ലോഡ് ചെയ്ത് കൊടുക്കണമെന്ന് പറയുന്നത്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ ഒരു ന്യൂനതയിൽ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു PDFൽ കറക്റ്റായിട്ട് ആ ഒരു ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് അത് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞാൽ മനസ്സിലാക്കാൻ സാധിക്കുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ കാണാനായിട്ട് സാധിക്കും നിങ്ങളുടെ ഫീ കൺസെഷൻ നിരസിക്കാൻ ഉണ്ടാകുന്ന കാരണങ്ങൾ എന്ന് പറഞ്ഞ് ഇവിടെ നൽകിയിട്ടുണ്ട്. അതായത് ചിൽഡ്രൻസ് ഓഫ് ഫിഷർമാൻ, അത് മത്സ്യത്തൊഴിലാളി ക്ഷേമനിധി ബോർഡിൽ നിന്നും ഫിഷറീസ് ഓഫീസർ നൽകുന്ന സർട്ടിഫിക്കറ്റ് അപ്ലോഡ് ചെയ്തിട്ടില്ലെങ്കിൽ, അതുപോലെ തന്നെ ഐഡൻറ്റിറ്റി കാർഡ്, പാസ്ബുക്ക് എന്നിവ അതിന് സ്വീകരിക്കുന്നതല്ല എന്നുള്ളത് പ്രത്യേകം സൂചിപ്പിച്ചിട്ടുണ്ട്. അപ്പോൾ ഈ രീതിയിൽ നിങ്ങൾക്ക് വല്ല റിസർവേഷൻ ഉണ്ടെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിൽ അത് അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അപ്പോൾ നിലവിൽ നിങ്ങളുടെ ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെട്ടിട്ടുണ്ടെങ്കിലും റിമാർക്സ് ഒന്നും ഇല്ലാന്നുണ്ടെങ്കിലും നിങ്ങൾക്ക് വല്ല റിമാർക്സ് നിങ്ങളുടെ അപേക്ഷയിൽ കണ്ടെത്തുകയാണെങ്കിൽ അത് പരിഹരിക്കാനായിട്ടുള്ള ആവശ്യം, അതായത് ഡോക്യുമെൻറ്റുകൾ റിമാർക്സ് ഇഫ് എനി എന്നുള്ള ഓപ്ഷൻ വഴി നിങ്ങൾക്ക് ചെയ്യാൻ സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഓൾറെഡി ആപ്ലിക്കേഷൻ ആക്സെപ്റ്റ് ചെയ്യപ്പെടുകയും എന്നാൽ റിമാർക്സ് വരികയും ചെയ്തിട്ടുള്ള വിദ്യാർത്ഥികൾ അത് പരിഹരിക്കാൻ ആവശ്യമുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കേണ്ടതാണ്. അതുപോലെ തന്നെ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ടിട്ടുള്ളവർ നിങ്ങളുടെ ആ ഒരു എന്താണ് റിജക്റ്റ് ചെയ്യപ്പെടാനുണ്ടായ കാരണം, അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ കറക്റ്റായിട്ട് അപ്ലോഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ആ ഒരു ആപ്ലിക്കേഷൻ്റെ സ്റ്റാറ്റസിൽ ആപ്ലിക്കേഷൻ റിജക്റ്റ് ചെയ്യപ്പെട്ട സ്റ്റാറ്റസ് ആക്സെപ്റ്റഡ് ആയിട്ട് മാറുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ LBS സെൻ്ററുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു നിങ്ങളുടെ മാർക്കുകളൊക്കെ അപ്ലോഡ് ചെയ്ത ശേഷം, അതായത് ഇതുവരെ വിദ്യാർത്ഥികൾ നേരത്തെ ഈ ഒരു അപേക്ഷയിൽ ഫീ പേയ്മെൻറ്റ് വരെയുള്ള സ്റ്റെപ്പുകൾ ചെയ്യുകയും എന്നാൽ ബാക്കി കൺഫർമേഷൻ ചെയ്യാൻ സാധിക്കാതിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 6-ാം തീയതി മുതൽ 7-ാം തീയതി വരെ ഈ ഒരു ഫൈനൽ കൺഫർമേഷൻ ചെയ്യാനുള്ള അവസരം നൽകിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഈ ഒരു സമയത്ത് നിങ്ങൾക്ക് നിങ്ങളുടെ അപേക്ഷാ ഫോം, അതായത് ഈ ഒരു ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾ അവരുടെ അപേക്ഷാ ഫോം പൂരിപ്പിക്കുകയും അവരുടെ ക്ലെയിം സൂചിപ്പിക്കുന്ന, അതായത് നിങ്ങൾക്ക് വല്ല റിസർവേഷനോ ഫീ കൺസെഷനോ ഒക്കെയുള്ള വിദ്യാർത്ഥികളാണെങ്കിൽ അതുമായി ബന്ധപ്പെട്ടുള്ള ഡോക്യുമെൻറ്റുകളൊക്കെ അതിൽ സൂചിപ്പിക്കുകയും ആവശ്യമായിട്ടുള്ള രേഖകൾ അപ്ലോഡ് ചെയ്യുകയും ചെയ്യേണ്ടതാണ്. ഈ ഒരു കാലയളവിന് ശേഷം അവരുടെ അപേക്ഷയിൽ ഭേദഗതി വരുത്തുവാനായിട്ട് ഇനിയൊരു അവസരം നൽകുന്നതല്ല. അതായത് ഫൈനൽ കൺഫർമേഷൻ ചെയ്യാൻ വിട്ടുപോയിട്ടുണ്ടായിരുന്ന വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ലാസ്റ്റ് ചാൻസാണ് നിങ്ങളുടെ ആപ്ലിക്കേഷൻ ഫില്ല് ചെയ്യാനും അതുപോലെ ബന്ധപ്പെട്ട ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുന്നതിനും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന ഡോക്യുമെൻറ്റുകളൊക്കെ നിങ്ങൾ അപ്ലോഡ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഡോക്യുമെൻറ്റ് തന്നെയാണെന്ന് ഉദ്ദേശിക്കുക, അതായത് ആ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടതാണ്. കാരണം വിദ്യാർത്ഥികൾ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഡോക്യുമെൻറ്റ് മാറിപ്പോകാറുണ്ട്. അതുകൊണ്ട് തന്നെ PDF ആക്കുന്ന സമയത്ത് തന്നെ ആ ഒരു ഡോക്യുമെൻറ്റ് ഏതാണ് എന്നുള്ളത് കറക്റ്റായിട്ട് അതിനൊരു പേര് കൊടുക്കേണ്ടതാണ്. അപ്പോൾ അങ്ങനെയെങ്കിൽ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് അത് മാറിപ്പോകുന്നതല്ല. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങളുടെ ഈ ഒരു ഡാറ്റാസ്, നിങ്ങൾ അപ്ലോഡ് ചെയ്ത ഡോക്യുമെൻറ്റ്സ് ഒക്കെ വെരിഫിക്കേഷൻ ചെയ്ത ശേഷം ഉടൻ തന്നെ അതിൻ്റെ ആ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് പ്രസിദ്ധീകരിക്കപ്പെടുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ നിങ്ങൾക്ക് റിമാർക്സ് ഒന്നും ഇല്ലെങ്കിൽ നിങ്ങളുടെ ആക്സെപ്റ്റഡ് ഡാറ്റ പരിശോധിച്ച് എവിടെയെങ്കിലും തെറ്റുകൾ ഉണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ആവശ്യമായുള്ള ഡോക്യുമെൻറ്റ് റിമാർക്സ് ഇഫ് എനി
എന്നുള്ളതിൽ നൽകിയ ശേഷം നിങ്ങൾക്ക് റിമാർക്സ് എന്നുള്ള ബട്ടൺ ക്ലിക്ക് ചെയ്ത് അത് റിമാർക്സ് ആയിട്ട് ആഡ് ചെയ്യും. അത് പരിഹരിക്കാൻ ആവശ്യമായിട്ടുള്ള ഡോക്യുമെൻറ്റുകൾ അപ്ലോഡ് ചെയ്ത് കൊടുക്കുകയും ചെയ്യാവുന്നതാണ്. അപ്പോൾ നാളെ വൈകുന്നേരം 5 മണിക്ക് ഈ ഒരു അവസരം അവസാനിക്കും. അതുപോലെ ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ഈ ഒരു ജൂലൈ 6-ാം തീയതി മുതൽ 7-ാം തീയതി വരെ അതിനുള്ള അവസരമുണ്ട്. ഇതുവരെ ആപ്ലിക്കേഷൻ ഫൈനൽ, അതായത് ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്ത ശേഷം ആപ്ലിക്കേഷൻ ഫൈനൽ കൺഫർമേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്കാണ് ഈ ഒരു കൺഫർമേഷൻ ചെയ്യാനുള്ള ഈ ഒരു അവസരം ഉള്ളത്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന് കരുതുന്നു. അപ്പോൾ ഈ ഒരു പ്രൊഫഷണൽ റാങ്ക് ലിസ്റ്റ് വന്ന ശേഷം നിങ്ങളുടെ ആപ്ലിക്കേഷനിൽ വല്ല എന്തെങ്കിലും എറേഴ്സ് ഉണ്ടെങ്കിൽ LBS സെൻറ്ററിന് ഇമെയിൽ മുഖാന്തരം നിങ്ങൾക്ക് അറിയിക്കാവുന്നതാണ്. അതിനുശേഷമാണ് ഈ ഒരു ഫൈനൽ റാങ്ക് ലിസ്റ്റ് ഒക്കെ വരിക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.